ദേശീയപാത നിർമ്മാണ പ്രതിസന്ധിക്കെതിരെ സത്യഗ്രഹ സമരം. ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ദേശീയപാത ഉപരോധിക്കുന്നു. രാഹുൽ സുരേഷ് ഉണ്ട്. പ്രതിഷേധം നടക്കുന്നിടത്ത് നിന്ന് നമ്മളോടൊപ്പം. രാഹുൽ, എത്ര വലിയ പ്രതിഷേധം, എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി? നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വാളറ മുതൽ നേരുമംഗലം വരെയുള്ള ഏതാണ്ട് 14.5 കിലോമീറ്റർ നിർമ്മാണം കഴിഞ്ഞ 6 മാസമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ BJPയുടെ ഒരു നേതാവും പൊതുപ്രവർത്തകരുമായിട്ടുള്ള ആൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ പ്രദേശം വനഭൂമിയാണെന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയുമായിരുന്നു. പിന്നാലെ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഈ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കുകയായിരുന്നു. കഴിഞ്ഞ 6 മാസമായി ഈ പ്രദേശത്ത് 14 കിലോമീറ്റർ ദൂരത്ത് നിർമ്മാണ പ്രവർത്തികൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതിനെതിരെയാണ് കുറേയധികം സമരങ്ങൾ നേരത്തെ നടന്നിരുന്നു. അതിന്റെ അടുത്ത ഘട്ടമാണ് ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സത്യഗ്രഹ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നേരമായി റോഡ് ദേശീയപാത ഉപരോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ദേശീയപാത ഉപരോധം നിർത്തിവെച്ചുകൊണ്ട് സമരം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നേരത്തെ ഈ സംഭവത്തിൽ ഇടപെട്ട ഹൈക്കോടതി സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് സമർപ്പിക്കാതെ ഈ വിഷയത്തിൽ കാലതാമസം സൃഷ്ടിക്കുകയാണ് എന്നതാണ് MP ഉൾപ്പെടെ ആരോപിക്കുകയും ചെയ്തത്. അതിനെതിരെയാണ് MPയുടെ നേതൃത്വത്തിൽ, അതുകൂടാതെ അടിമാലിയിലെ മർച്ചന്റ് അസോസിയേഷന്റെ കുറേയധികം മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ്. ദേശീയപാത നിർമ്മാണത്തിൽ പ്രതിസന്ധിയുണ്ട്, അത് പരിഹരിക്കണമെന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനപ്രതിനിധികളടക്കം അവിടെ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.